ഹലോ സുഹൃത്തുക്കളെ, ഞാനാണ് നിങ്ങളുടെ എൻജോയ് ഫിഷിങ്. ഞാൻ നമ്മുടെ വീടിനടുത്തുള്ള പാടത്ത് വന്നേക്കാണ്ട. പാടത്ത് വന്നു കഴിഞ്ഞപ്പോൾ പാടത്ത് നമ്മൾ ഈ സമയത്ത് വൈകിട്ട് വരലുള്ള. ഇപ്പം മഴ കയറി കഴിഞ്ഞപ്പോൾ ചെറിയൊരു തണുപ്പും വെള്ളത്തിൻ്റെ ഒരു ചൂടൊക്കെ ഒന്ന് മാറി ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു മുതലിനടിച്ചിട്ടുണ്ട്. ക്യാമറക്ക് എന്താ റിസ്ക്? പിന്നെ കണ്ടോട്ടവേ അതിനിപ്പോൾ എന്നാ ഇപ്പോൾ ഒത്തിരി വെള്ളം കൊടുക്കാമെന്നല്ല, വേറെ ഒന്നുമല്ല. പിന്നെ കണ്ടെന്ന് വെച്ചപ്പോൾ നിന്റെ പേരെന്താ? ധനീഷ്. ഇവിടെ തന്നെ വീട്. പുള്ളിക്കൊരു നാണം, പോത്തിന് വെള്ളം കൊടുത്ത് നിൽക്കാൻ വന്നതിൻ്റെ മോൻ പൊത്തി പിടിക്കുന്നുണ്ടോ? പുള്ളിക്കൊരു ചെറിയൊരു നാണം, പുള്ളിക്ക് ചെറിയൊരു നാണം ധനീഷിന്. പുള്ളി പോത്തിന് വെള്ളം കൊടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ആരെല്ലാം കണ്ടു കഴിഞ്ഞാൽ മോശമാണല്ലോ എന്ന് വിചാരിച്ച് തിരിഞ്ഞിക്ക് നോക്കി ഓഫ് ചെയ്തു. അപ്പോൾ ഓക്കെ, ഇപ്പോൾ പാടങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഇതേപോലത്തുള്ള രസകരമായ പയ്യന്മാരൊക്കെ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ കിട്ടിയ രണ്ട് മുതലിനായിട്ട് നമ്മൾ കരയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആശാൻ അപ്പുറം പോയിട്ടുണ്ട്. പുള്ളി എന്താക്കിയാവോ ഇല്ലയോ എന്ന് അറിയില്ല, നമുക്ക് നോക്കാം. അടിച്ചു, ഒരു മീൻ അടിച്ച്. ഓ ഹെവി, കുഴപ്പമില്ല. ഒരു ചെറിയൊരു നാടൻ. അപ്പോൾ അതെ, നമ്മൾ വൈകിട്ട് നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള ലൊക്കേഷനിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ചെറിയൊരു നാടൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. മഴയൊക്കെ തുടങ്ങി, വെള്ളത്തിൻ്റെ ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ തോട്ടിൽ നിന്നൊക്കെ മീനടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് മീനാണ് കേട്ടോ അടിക്കുന്നത്. മഴക്കാലം തുടങ്ങിയതിൻ്റെ ഫസ്റ്റ് വീഡിയോ വേണ്ട, ഫസ്റ്റ് മീനാണ് കേട്ടോ അടിക്കുന്നത്. അടിച്ച് കാട്ടി നോക്കി ചട്ടിയലക്കാലൊക്കെ അടിയണ്ട. അടിച്ചടാ. അവിടെ കലക്കം വരാല് രണ്ടാമത്തെ ഉറങ്ങി കയറുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ചൈന ഫ്രോഗിലാണ് കേട്ടോ കയറിയേക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, രണ്ടെണ്ണം കയറുന്നുണ്ട്. അപ്പം രണ്ടും മാറി മാറി ഫ്രോഗ് ഇട്ട് മാറി മാറി രണ്ടെണ്ണത്തിലും അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫ്രോഗ് മീൻ്റെ വായിൽ നിന്ന് ഊരി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഹായ് സുഹൃത്തുക്കളെ, ഞാനാണ് നിങ്ങളുടെ എൻജോയ് ഫിഷിങ്. അപ്പോൾ അതെ, നമ്മൾ രണ്ട് ഫ്രോഗിൽ രണ്ട് മീനെ പിടിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അത് ഒരെണ്ണം പഴയതും ഒരെണ്ണം പുതിയതും ഉണ്ടോ. അപ്പോൾ പഴയത് നമ്മുടെ ലാർക്കിൻ്റെ ഗോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. ഈ സാധനത്തിൽ ലാർക്കിൻ്റെ ഗോസ്റ്റ് ഇതിലൊന്ന്. പിന്നെ അതേ നമ്മുടെ ചൈന ഫ്രോഗ് ഉണ്ടല്ലോ, ഇതിൻ്റെ പേരെനിക്കറിയാൻ പാടില്ല, ഇത് രണ്ടാമത്. ഇത് നല്ല അടിപൊളി ഫ്രോഗാണ്ടോ, നല്ല ലോങ് കാസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്, നല്ല സൗണ്ടുണ്ട്. ഇപ്പം ഇതിൽ രണ്ടെണ്ണത്തിന് രണ്ട് മീനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ രണ്ട് മീനെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ മീനാണ്ടത്, രണ്ട് നാടൻ മീൻ, രണ്ട് ഫ്രോഗിൽ നമുക്ക് കിട്ടിയേക്കണ ഐറ്റം ഉണ്ടത്. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക, പരമാവധി ബൂസ്റ്റപ്പ് ചെയ്ത് വിടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഹലോ മച്ചാമാരെ, ഞാനും ബൈറ്റ് ബാൻഡും കൂടി വെളുപ്പിന് തന്നെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നൊക്കെ കണ്ടോ. അപ്പോൾ ഇന്നലത്തെ മഴയിൽ വെള്ളം കയറിയേക്കണം കൊണ്ട് അത്യാവശ്യം ഒന്ന് തോടുകളിലൊന്ന് വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കണ്ട.
അപ്പോൾ കാസ്റ്റ് ചെയ്തിട്ട് എന്താ കിട്ടണമെന്ന് നമുക്ക് നോക്കാം. വരാൽ അല്ലെങ്കിൽ ചേറ്. അപ്പോൾ നമ്മളത് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങാണ്. ഫസ്റ്റ് കാസ്റ്റിങ് തുടങ്ങാൻ പോകണം. അതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയായി ഓക്കെ ആയി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാസ്റ്റിങ്ങിലേക്ക് തുടങ്ങാം. കാസ്റ്റിങ്ങിൽ കാണാം. ഓക്കെ. എങ്ങനെ അടിച്ചോളാം. ഓ അടിച്ചു വള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരാലടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സാധനം, കുഴപ്പമില്ല. ബാക്കിൽ കൂടെ ഒന്ന് എടുത്തണ്ട. വിയറ്റ്നാമാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ പ്രൊഗ്ഗി വാരിയറിൻ്റെ ഫ്രോഗാണ്ടാ കയറിയേക്കുന്നത്. കണ്ടാ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരാൽ കയറിയുണ്ട്. ഐ ഇല്ല അടിച്ചില്ല. എന്ത് പാമ്പാ? അത്യാവശ്യം സൈസുള്ള ആന അറിഞ്ഞതാ. എവിടെയാ ആ ഗ്യാപ്പ്? ഈ പറഞ്ഞ മാതിരി ആ ഗ്യാപ്പിൽ എറിയിച്ച് റിസ്ക്കാടാ. ഇത് റിസ്ക്കാണ് ആ ഗ്യാപ്പിൽ എറിയാൻ. അവിടെ തന്നെ ഉണ്ട്. അത് മറ്റേ തവളയാ. പിടിച്ച് കഴിഞ്ഞപ്പോൾ എന്താവും? ഞാൻ നോക്കണ്ട. കുറച്ചു നേരം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിക്കുമായിരിക്കാൻ. വൈകിട്ടല്ല, അടിച്ചു കുഴപ്പമില്ല, അത്യാവശ്യമുണ്ട്. ഞാനാണ് ഇത്ര നേരിട്ട് കളിപ്പിച്ചുകൊണ്ടിരുന്നത്. നമുക്കിത് ഒരെണ്ണം കൂടി കയറിയേക്കണ്ട. അത്യാവശ്യം കുഴപ്പമില്ല, തെറ്റില്ലാത്തൊരു വരാല്. ഓക്കെ. നമ്മളെ പ്രൊഗ്ഗിയുടെ ഫ്രോഗാണ്ടിരിക്കുന്നത് അടിച്ച അണ്ണാക്കിലേക്ക് അവൻ വെച്ചു. കുഴപ്പമില്ലാത്തൊരു വരാല്, നാടൻ. എൻ്റെ പൊന്നെ, അടിച്ച അണ്ണാക്കിലേക്ക് ഇട്ടേക്കാണല്ലോ. അടിച്ചടാ ഹെവി. ഇല്ലില്ല, കുഴപ്പമില്ല. ഇട്ട വൈകാനാണ് അടിച്ചിട്ടാ. പക്ഷെ കുഴപ്പമില്ലാത്ത ഒരു വരാല്. ഇട്ട വയ്ക്കാനാണ് അടിച്ചു. ഇപ്പം മൂന്നാമത്തെ വരാലാണ് നമുക്ക് അടിച്ചേക്കുന്നത്. അത് നീക പിടിച്ചല്ലേ, ചാടിപ്പോയി ചിലപ്പോൾ. കഴിഞ്ഞില്ലേ? ഇട്ടുള്ളൂ, ഇട്ട വൈകാൻ അപ്പം തന്നെ അടിച്ചോ. ഇടത്തരം വരാലാണ് അടിക്കുന്നത്. കുഴപ്പമില്ല. നമ്മളപ്പോൾ ആസാദാണ്, ചെറുവേലിക്കുമ്പിലുള്ള ആസാദ്.
അതെ മൂന്നാമത്തെ വരാലാണ്ട, കുഴപ്പമില്ല. അടിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരാലടിച്ചിട്ടുണ്ട് കേട്ടോ. ആ അത്യാവശ്യം കുഴപ്പമില്ല. ചാടി ഫീൽ